ഇന്നൊരു ഉച്ചയൂണ് തയ്യാറാക്കാം അല്ലേ. അപ്പോൾ ഞാൻ അരി കഴുകി അടുപ്പത്തിട്ട് ഇതാ എന്താ പറയുക തവിടുള്ള അരിയാണ് കേട്ടോ ഒന്ന് വെക്കുന്നത്. അപ്പം ഒന്നുമില്ല, ഒരു രസകാളനും കായ കോവ കൊണ്ടൊരു ഉപ്പേരി. ഇതാണ് കേട്ടോ എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉച്ചക്കുള്ള ഊണ്. അപ്പോൾ കായയും കോവയ്ക്കയും കൊണ്ട് ഉപ്പേരി, അതിനുള്ള കഷ്ണം ഞാൻ അരിയട്ടെ കേട്ടോ. അരി തിളച്ചു കേട്ടോ, ഞാനത് അങ്ങോട്ടേക്ക് വാങ്ങി വെക്കട്ടെ. അപ്പം കായും കോവയ്ക്കയും കൂടെ ഉപ്പേരിയും ഞാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഏകദേശം വെള്ളമൊക്കെ വലിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അപ്പം ഇനി ഉപ്പേരിയായ നോക്കണം, ഒക്കെ എളുപ്പത്തിലാണ് കേട്ടോ. ഇനിയാണ് ഞാൻ രസകാളം വെക്കാൻ പോണത്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ രസകാളം അല്ല കേട്ടോ, അത് വേറെ സ്റ്റൈല്. ഇത് അല്ലാതൊരു രസകാളമാണ് കേട്ടോ. അപ്പം അത് വെക്കാം. അപ്പം ഇന്നേക്ക് ഉച്ചയോണ് വേറെ എല്ലാം റെഡി ആയില്ലേ. അപ്പം ഞാൻ വേഗം രസകാളം വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ രസകാളിന് വേണ്ടിയിട്ട് ഞാൻ അരച്ചു വെച്ചത്. കുറച്ച് തേങ്ങ, പച്ചമുളക്, ജീരകം, മഞ്ഞൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചതാട്ടോ. നല്ല മിനുങ്ങനെ അരച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുകയാണേ. ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ടേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ. മോരൊഴിച്ചിട്ട് നമ്മൾ അധികം പിന്നെ തിളപ്പിക്കുന്നില്ല. ഇതിലേക്ക് നമുക്കിനി ഉപ്പും ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ പുളിയാണ് ഇഷ്ടം വെച്ചാൽ ഓക്കെ, പുളി ആ മോരിൻ്റെ പുളി പ്രശ്നമല്ല. പക്ഷെ ഞാനിവിടെ കുറച്ച് ആ പുളി അതിലൂടെ ശരിയാൻ വേണ്ടിയിട്ട് ഒരല്പം ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഞാൻ ചെറിയൊരു കഷ്ണം ശർക്കര ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ കരുവേപ്പില, കുറച്ച് കരുവേപ്പില നമുക്ക് വറവിടാനും വേണം. ഇതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് ഞാൻ മോരൊഴിക്കുന്ന കാണിക്കാം. അപ്പം നമുക്ക് വറവിടാം. ഈ വറവിടുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ കിടക്കുന്നത് കേട്ടോ, ഈ കാളൻ്റെ. അപ്പം നമുക്ക് ഇതിലേക്ക് എന്തിടാം, കുറച്ച് കടുകിടാം, പിന്നെ കുറച്ച് ഉലുവേൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലതാണ്. അപ്പം എന്താ പുളിയും മധുരവും ഒക്കെ കൂടിയായിട്ട് നല്ല അസല രസകാളനാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇടാം, കുറച്ച് കരുവേപ്പിലയും. വെളിച്ചെണ്ണ എന്ന് പറയാൻ മറന്നു കേട്ടോ. ഞാൻ കടുകും ഉലുവയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം പൊട്ടി വന്നു. നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. കണ്ടില്ലേ, അടിപൊളി രസകാളൻ. ഇത് ഞാൻ പാത്രം മാറ്റുന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കുറച്ച് നേരം. അപ്പം ഈ ഒരു പാത്രപാകം വരുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പം കൂട്ടാനായി ഉപ്പേരി. ഇനിയിപ്പം അരി വാർക്കാനുമായി കേട്ടോ. ചോറ് വെന്തിട്ടുണ്ടാവും, അരമണിക്കൂർ വേവേ ഉള്ളൂ. അപ്പം എന്തായാലും ഉച്ചത്തേക്കുള്ള ഫുഡും ഇപ്പം റെഡിയായി അല്ലേ, വേഗത്തിൽ റെഡിയായി.
എളുപ്പത്തിലാവുന്ന സ്വാദിഷ്ടമായ കൂട്ടാനും ഉപ്പേരിയും ചോറും ഒക്കെ റെഡിയായി കേട്ടോ. എത്ര പെട്ടെന്നാണെന്നറിയാം, വേഗം ആവും. എന്നാൽ നമുക്ക് എവിടെയെങ്കിലും തിരക്കിട്ടിട്ട് പോകേണ്ട സമയത്തോ അല്ലെങ്കിൽ പോയി വന്നിട്ടോ മറ്റോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേഗം ആവുമല്ലോ. അല്പം മോരുണ്ടെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടെങ്കിൽ വേഗം ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ വേഗം ആക്കാമല്ലോ. അപ്പം അതുപോലെ ഇതിനൊരു കയ്പൊക്കെ കൊണ്ടാട്ടോ, പിന്നെ അല്ലെങ്കിൽ ഒരു കൊണ്ടാട്ടമുളകോ അല്ലെങ്കിൽ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് നമുക്ക് ഊണ് കഴിക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ മറുപടി പറയൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.